ഹായ് ഫ്രണ്ട്സ്, ഓണത്തിന് പഴുത്ത വടക്കംപുളി കൊണ്ട് സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കാമെന്ന് കരുതി കഴുകി വെള്ളം വാർത്ത് കനം കുറച്ചരിഞ്ഞ് തലേദിവസം ഉപ്പും കായപ്പൊടിയും ഇട്ട് വെച്ചു. ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. കായത്തിൻ്റെ നല്ല മണവും. അച്ചാറിടാനായി ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ ഇഞ്ചി, കായപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവയാണ്. ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിച്ച് ഇതേം നല്ലെണ്ണ ആണ് ഞാൻ എടുക്കുന്നത്. അത് ആവശ്യത്തിന് ഒഴിക്കാം. എണ്ണ നല്ലവണ്ണം ചൂടാകട്ടെ. എന്നിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്കിടാം. എണ്ണ തിളയ്ക്കുന്നുണ്ട്. ഇനി ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. ഒരു പാകമാകുമ്പോൾ മുളക് പൊടി 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി 1 ടീസ്പൂൺ മതി. മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഇടാം. കുറച്ചുകൂടി കായപ്പൊടി എണ്ണയിലിട്ട് ഇളക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി കായപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിരുന്ന വടക്കംപുളി അല്ലെങ്കിൽ കുടംപുളി ഇതിലേക്കിടാം. പുളിയുടെ സ്മെല്ലും കായത്തിൻ്റെ സ്മെല്ലും കൂടി ആയപ്പോൾ ആരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പുളി കഴുകി വെള്ളം വാർക്കാനായി വെച്ചിട്ട് ടവൽ വെച്ച് തുടച്ച് ഒട്ടും ഈർപ്പമയമില്ലാതെയാണ് ഓരോ ഇതളും 2ആയി അരിഞ്ഞ് കനം കുറച്ചെടുത്തത്. കൂടാതെ നമ്മളെടുത്ത പച്ചമുളകും കഴുകി ടവൽ വെച്ച് തുടച്ച് അതിലും ഈർപ്പമില്ലാതെയാണ് എടുത്തത്. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. വടക്കംപുളിക്ക് വേവുള്ളതാണ്. നാരങ്ങ നമ്മൾ പുഴുങ്ങാതെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ കുറച്ച് നേരം വേവിക്കണം. ഇതിപ്പോൾ വേവായിട്ടുണ്ട്. കണ്ടാൽ നാരങ്ങ അച്ചാർ പോലുണ്ട്. ഈ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ഇത് കുപ്പിയിലാക്കാം. കണ്ടില്ലേ, കണ്ടാൽ അസൽ നാരങ്ങ അച്ചാർ തന്നെ. നിങ്ങൾക്കും തോന്നുന്നില്ലേ നാരങ്ങ അച്ചാറാണെന്ന്? ഇനി ഇത് അടച്ച് വെളിയിൽ തന്നെ വയ്ക്കാം. കാരണം ഇതിൽ നിന്നും പുളിയുടെ തേനിറങ്ങുന്നുണ്ട്. 3-4 ദിവസം കഴിഞ്ഞ് എടുത്താൽ നല്ല ഒന്നാന്തരം അച്ചാറായിരിക്കും. അങ്ങനെ ഈ ഓണത്തിന് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയായി. താങ്ക് യു.